നളപാചകം ഏറ്റവും നല്ല ഷെഫ് പുരുഷന്മാരാണെന്നാണല്ലോ പുരാണം തൊട്ട് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളായിട്ട് ആ ഒരു ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇത്തവണത്തെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വേണ്ടി വീട്ടിൽ നളനുണ്ടാക്കി തന്ന ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ ഏകദേശം 4 ദിവസത്തോളം ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റാണിത്. 1/2 kg എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കാണിച്ച സൈസിലുള്ള പാത്രം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ഓഫ് പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇതിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എരിവ് വേണ്ടവർ മുളക് പൊടിക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്താം, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള ടേസ്റ്റിനെ അത് ബാധിക്കുന്നതാണ് കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ മീറ്റ് മസാല തന്നെ യൂസ് ചെയ്യുക. ഞങ്ങളിവിടെ അമ്മ കറി പൗഡറിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇത്രയും അഭിമാനത്തോടു കൂടിയും കോൺഫിഡൻസോട് കൂടിയിട്ടും ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് യൂട്യൂബ് നോക്കി പഠിച്ചൊരു റെസിപ്പിയാണത്. അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റായി. പിന്നെ എവിടെ പോയാലും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ നാളെ മുമ്പ് തന്നെ. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ബീഫ് റോസ്റ്റിൻ്റെ പണി ബാക്കി ചെയ്യണ്ടേ? അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കറിനകത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും പച്ചമുളകും കറിവേപ്പിലയും 1/2 കിലോ ബീഫിന് കണക്കാക്കിയിട്ട് 4 സവോളയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 3 എണ്ണത്തിൻ്റെ കണക്കായിട്ടുള്ള സവോള ഇപ്പം നമ്മൾ ഇടുന്ന മിക്സിലോട്ട് ഇടുക. ബാക്കിയുള്ള ഒരു സവോളയുടെ അത്രയും ക്വാണ്ടിറ്റിയും തക്കാളിയും അവിടെ എടുത്ത് വെക്കാം. അതിനുശേഷം നേരത്തെ ചൂടാക്കി വെച്ചേക്കുന്ന ആ മസാലയുടെ മിക്സ് കംപ്ലീറ്റ് അതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇത്രയും നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇപ്പോഴാണ് ഉപ്പിടാൻ വേണ്ടി പോകുന്നത്. ഉപ്പിൻ്റെ കേസിൽ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങളിവിടെ 1 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അളവിനനുസരിച്ചിട്ട് നോക്കിയിട്ടിടുക കേട്ടോ. അങ്ങനെ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാവരും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഇനിയത്തെ സ്റ്റെപ്പാണ് ഈ ഒരു പ്രോസസ്സിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ കൊടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈകൾ തന്നെ യൂസ് ചെയ്യാം. ഞങ്ങളെപ്പോലെ മുളകും തട്ടിയ കൈ പുകയുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ സ്പൂൺ യൂസ് ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മുടെ കൂട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം കൂടി പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ബീഫ് ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 1-2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു റെസിപ്പി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ള സ്റ്റേജാണ് ഇത്. ഇതുപോലൊരു മൺചട്ടി കയ്യിലുണ്ടെങ്കിൽ അത് വെക്കാം, അല്ല നമ്മുടെ കയ്യിൽ ചീനച്ചട്ടിയോ പാനോ ആണ് ഉള്ളതെങ്കിൽ അത് തന്നെ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റുക. എനിക്ക് 4-5 ദിവസം യൂസ് ചെയ്യാനുള്ളതുകൊണ്ടാണ് തേങ്ങാക്കൊത്തിടാത്തത്, അല്ലെങ്കിൽ ഈ സ്റ്റേജിലാണ് നമ്മൾ തേങ്ങാക്കൊത്തിടേണ്ടത്. അങ്ങനെ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ഏകദേശം 1 സവോളയുടെ ക്വാണ്ടിറ്റി അതിനകത്തേക്ക് ഇടുക. നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ആവശ്യത്തിന് ഉപ്പിടുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റേജിൽ ഉപ്പിടാൻ വേണ്ടിയിട്ട്. സവോള വഴറ്റാൻ ആവശ്യമായ ഉപ്പ് മാത്രം ഇടുക. അതിനുശേഷം നമ്മൾ ബാലൻസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോസ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ചിലർ ബീഫിൽ അങ്ങനെ തക്കാളി ഇടാറില്ല. 1/2 കിലോ ബീഫിന് മാക്സിമം 1 തക്കാളിയൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സും ഈ ഒരു സ്റ്റേജും ബീഫിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 8 വിസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത്. അത് തുറന്നപ്പോൾ ഒരു സ്മെല്ലുണ്ടായിരുന്നു, അടിപൊളി കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത ഉള്ളി തക്കാളി മിക്സിലോട്ട് നമ്മൾ ഈ ബീഫ് അതിനകത്തേക്ക് ഇടുക. എന്നിട്ടെന്താ, ആ ഉള്ളിയും തക്കാളിയും ഈ ബീഫും എല്ലാം കൂടി മിക്സ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം 8 വിസിൽ വന്നിട്ട് അതിലുള്ള ആ പ്രഷർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അധികം കൂട്ടിയോ അധികം കുറച്ചോ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്തിട്ട് വെക്കുക. അങ്ങനെ കുരുമുളക് പൊടി എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഒരു അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി തിക്ക് ഗ്രേവി വേണ്ടിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി അത് ഗ്യാസിൽ തന്നെ കീപ്പ് ചെയ്ത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറി ലീവ്സ് ഇട്ട സ്റ്റേജിലാണ് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോറിയൻഡർ ലീവ്സും കൂടി ഇടാവുന്നതാണ്. ഞങ്ങൾക്ക് 2 പേർക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഇതുപോലെ തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. നമുക്കൊരു ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഫൈനലി നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം, പൊറോട്ട, ചപ്പാത്തി, ദോശ, നെയ്ച്ചോറ്, അങ്ങനെ ഏത് കോമ്പിനേഷനായിട്ടാണ് സെറ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും.